പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഓല ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഡിസ്പ്ലേയിൽ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ സ്ക്രീൻ ഗാർഡ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അതിനകത്ത് അവർ ക്ലീനിങ് കിറ്റൊക്കെ തന്നിട്ടുണ്ട്. അതുപോലെ ആൾറെഡി നമ്മുടെ ഡിസ്പ്ലേയിൽ ഒരു ചെറിയ പോളിത്തീൻ അവർ കവർ ചെയ്തിരിക്കും. അത് നമ്മൾ ഇളക്കി മാറ്റുക. എന്നിട്ട് തന്നിരിക്കുന്ന ക്ലീനിങ് കിറ്റ് ഉപയോഗിച്ച് അതൊന്ന് ക്ലീൻ ചെയ്യുക. ഡിസ്പ്ലേ മണ്ണും പൊടിയൊന്നും ഇല്ലാതെ പതുക്കെ ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ വാങ്ങിയ ടെമ്പേർഡ് ഗ്ലാസ് 2 വശമുണ്ട്. ഒരു വശത്തുള്ള പേപ്പർ ഇളക്കി കളഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മുടെ ഡിസ്പ്ലേയിൽ അത് ഒട്ടിക്കുക. അതുപോലെ ഇത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല കട്ട വെയിലത്തൊന്നും കൊണ്ട് വണ്ടി വയ്ക്കരുത്. ചിലപ്പോൾ അത് ഇളകാൻ സാധ്യതയുണ്ട്. ഇതേപോലെ നല്ല പ്രിസിഷൻ നോക്കി ഒട്ടിക്കുക. ₹251 ഇതിൻ്റെ വില ആമസോണിൽ ഇട്ടിരിക്കുന്നത്. അപ്പം നല്ല റേറ്റിംഗ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിയത്. എന്നാൽ സ്പൈജനിൻ്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അത് കുറച്ചുകൂടി നല്ലതാണ്. പക്ഷേ അതിൻ്റെ വില ₹1000. അപ്പോൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ നമ്മുടെ ടോപ്പിൽ ഒരു 3 mm ഒരു ഗ്യാപ്പുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് കുഴപ്പമില്ലാതെ വാങ്ങാം. ഇല്ലെങ്കിൽ നിങ്ങൾ സ്പൈജൻ വാങ്ങുക. പക്ഷേ അതിൻ്റെ വില ₹1000. എന്തായാലും ഒരു ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിക്കുന്നത് നല്ലതാണ്. കമ്പനി തരുന്ന ആ ഒരു പോളിത്തീൻ കവർ എന്ന് പറയുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോൾ വെയിലൊക്കെ അടിക്കുമ്പോൾ അതങ്ങ് ഇളകിപ്പോവും. നമ്മുടെ ഡിസ്പ്ലേക്ക് തന്നെ അത് നാശം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ടെമ്പേർഡ് ഗ്ലാസ് നിങ്ങളുടെ കയ്യിൽ ഇണങ്ങുന്ന പൈസയ്ക്ക് വാങ്ങി ഒട്ടിക്കുന്നത് നല്ലതാണ്. റേറ്റിംഗ് ഒക്കെ നോക്കി വാങ്ങണം. ഓക്കെ.